താങ്ക് യു ശരത് ആൻഡ് വിനുഷ. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. രാധയുടെ ജഡം സംസ്കരിച്ചത് മിനിഞ്ഞാന്ന്. രാധയെ കൊന്ന കടുവയുടെ ജഡം ഇന്ന് കിട്ടി. ആളെക്കൊല്ലിയുടെ മരണം പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. അല്പം ഒരാശ്വാസം വരുമ്പോൾ മഹാദുഃഖവും വലിയ ഭീതിയും മറക്കുന്ന നിലയിലായിരിക്കുന്നു നമ്മൾ. പക്ഷേ രാധയുടെ രക്തം ആവശ്യപ്പെടുന്നത് നടപടികൾക്കാണ്. ഉറച്ച നടപടികൾക്ക് മുമ്പുള്ള വസ്തുനിഷ്ഠമായ വിശകലനങ്ങൾക്കാണ്. കാട്ടോരത്ത് താമസിക്കാനും പണിയെടുക്കാനും വിധിക്കപ്പെട്ട ജനതയുടെ ശാപമായി മാറുന്നത് അന്തിമ വിശകലനത്തിൽ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ നിയമത്തിനു വേണ്ടിയല്ല, നിയമം മനുഷ്യനു വേണ്ടിയാകണം. ഇന്നത്തെ അതിഥികളെ നമുക്ക് നോക്കാം. മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട വനം വകുപ്പ് വന്യജീവി സംരക്ഷണ മന്ത്രി AK ശശീന്ദ്രനാണ്. വിവിധ ചേരികൾക്ക് വേണ്ടി CPIM-ൻ്റെ K റഫീഖ് എത്തുന്നു, വയനാട് ജില്ലാ സെക്രട്ടറി. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണു വരുന്നു. വയനാട്ടിൽ നിന്ന് തന്നെ ഉള്ള പ്രമുഖ മാധ്യമപ്രവർത്തകനായ MK രാംദാസ് നിരീക്ഷകനായും പങ്കെടുക്കുന്നു. ആദ്യത്തെ ചോദ്യം ഞാൻ മന്ത്രിയോട് തന്നെ ചോദിക്കുകയാണ്. മന്ത്രി AK ശശീന്ദ്രൻ, മിനിസ്റ്റർ, രാധയുടെ ദാരുണമായ മരണത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പോൾ വയനാട്ടിൽ രൂക്ഷമായിരിക്കുന്ന കേരളത്തിൻ്റെ മലയോര മേഖലയെ ആകെ തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബാധിച്ചിരിക്കുന്ന വന്യജീവി മനുഷ്യ സംഘർഷത്തെക്കുറിച്ച് സർക്കാരിൻ്റെ നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. മിനിസ്റ്റർ. വന്യജീവി അക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ കൊല്ലപ്പെടുകയുമാണ്. കൃഷിനാശം വ്യാപകമായി ഉണ്ടാകുന്നു. ഭയാശങ്കകളോടുകൂടിയാണ് ജനങ്ങൾ മലയോര മേഖലയിൽ, പ്രത്യേകിച്ചും ഉള്ള ജനങ്ങൾ താമസിക്കുന്നത്. ഇത് ഭരണകൂടത്തിൻ്റെ അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ളൊരു വിഷയമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അത് വസ്തുതയാണ്, എല്ലാവർക്കും അറിയുന്നൊരു കാര്യവുമാണ് മിനിസ്റ്റർ. പക്ഷേ മലയോര ജനതയ്ക്കാകെ ഈ കാര്യത്തിൽ ഉള്ള ഒരു ആശങ്ക നീക്കാൻ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന ഇന്ന് വരെ സ്വീകരിച്ചത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി സ്വീകരിക്കാൻ പോകുന്ന അടിയന്തര നടപടികളിൽ ചിലതെങ്കിലും വളരെ പെട്ടെന്നൊന്ന് പറയാമോ മിനിസ്റ്റർ? 2-3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ടതുണ്ട്, ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്, ആലോചിച്ചതുമാണ്. ഒന്ന്, ശാശ്വതമായി എങ്ങനെയാണ് ഈ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയുക. 2, അടിയന്തരമായും എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ വന്നപ്പോൾ പല നിർദ്ദേശങ്ങളും പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നെങ്കിലും സംസ്ഥാനത്തിൻ്റെ മുമ്പിൽ നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമം, വനസംരക്ഷണ നിയമം, വനാവകാശ നിയമം, അങ്ങനെ 8ഓളം നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളുടെ നൂലാമാലയിൽപ്പെട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കഴിയുന്നില്ല. മാത്രമല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ നാം ഉണ്ടാക്കുന്ന പരിപാടികൾ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള പരിപാടികളാണ് നമുക്ക് നടപ്പിലാക്കേണ്ടി വരിക. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത് വളരെ ഗൗരവത്തിൽ തന്നെ എടുത്ത് പരിഹാരം കാണാൻ ശ്രമിച്ചു പോരുകയായിരുന്നു. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു 620 കോടി രൂപയുടെ ഒരു ബൃഹൽ പദ്ധതി തയ്യാറാക്കി. അത് ഒരു കൊല്ലം കൊണ്ട് നടപ്പിലാക്കാനല്ല, 10 വർഷം കൊണ്ട്
പടിപടിയായി നടപ്പിലാക്കാനുള്ളൊരു പദ്ധതിയായിരുന്നു. അത് 2021 അവസാനം കേന്ദ്ര ഗവൺമെൻറ്റിൽ സമർപ്പിച്ചു. ദൗർഭാഗ്യവശാൽ നാളിതുവരെ ആ പ്രോജക്റ്റിന് അനുകൂലമായൊരു തീരുമാനമെടുത്തില്ല എന്ന് മാത്രമല്ല, അംഗീകരിക്കാൻ നിർവാഹമില്ല എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. കാരണം ഞങ്ങളങ്ങനെ പോകാൻ കേരളത്തിന് മാത്രമായി അത്രയും വലിയൊരു സംഖ്യ ചിലവഴിക്കാനാവുന്ന സാമ്പത്തിക സ്ഥിതിയിലല്ല നമ്മളുള്ളത്. മറ്റൊന്ന് നിയമതടസ്സവും. രണ്ടാമത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണ്? സംസ്ഥാനത്തിൻ്റെ പരിധിക്കുള്ളിൽ, സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ചില നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകണം. മിനിസ്റ്റർ, നമുക്ക് അത്തരം പ്രശ്നങ്ങളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ജനനേതാവ് തന്നെയാണ് നമ്മളോടൊപ്പം ഉള്ള ഒരാൾ എന്നത് അല്പം ആഹ്ലാദകരമാണ് ഈ ഘട്ടത്തിൽ. കെ റഫീഖ്, CPIMൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി. റഫീഖ്, എൻ്റെ അടുത്ത ചോദ്യം താങ്കളോടാണ്. ചത്തത് ആ കടുവ തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമായിരിക്കുന്നു, മറ്റൊരു കടുവയല്ല എന്ന് ഉറപ്പ് കിട്ടിയിരിക്കുന്നു. മറ്റേ കടുവ, ആ കടുവയെ അപായകരമാം വിധം മുറിവേൽപ്പിച്ച കടുവ ഉൾക്കാട്ടിലെവിടെയോ ആണ് എന്ന ഒരു നിഗമനത്തിൽ, ആദ്യ നിഗമനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു. താൽക്കാലിക ആശ്വാസത്തിൻ്റെ ഒരു തണൽ, ശീതളഛായയിൽ നിൽക്കുകയാണ് ആ പ്രദേശം. അവിടെ ഇന്ന് പടക്കം പൊട്ടിച്ച് അത് ആഘോഷിച്ച, ആ സന്തോഷം ആഘോഷിച്ച ജനത കഴിഞ്ഞ ദിവസം കടുത്ത ഭീതിയും ഒപ്പം തന്നെ കൊടിയ ദുഃഖവും അനുഭവിച്ച ആ ജനതയുടെ ആ വികാരം നമുക്കെല്ലാവർക്കും പങ്കിട്ടുകൊണ്ട് തുടങ്ങാം. പക്ഷേ അത് ഒക്കെ അല്പായുസായ വികാരം മാത്രമാണ്. ആ ആഹ്ലാദം, ആ സമാധാനമൊക്കെ അല്പായുസായത് മാത്രമാണ്. വയനാട്ടിൽ മാത്രമല്ല, മലയോര മേഖലയിലാകെ ഇത്തരത്തിലുള്ള വന്യജീവി ഭീഷണി നിലനിൽക്കുന്നുണ്ട്. എന്താണ് നമുക്ക് സ്ഥായിയായി ചെയ്യാനാവുക എന്ന് ചർച്ച ചെയ്യാനുള്ളൊരു ദിവസമാണ് ഇത് എന്നെനിക്ക് തോന്നുന്നു. എന്താണ് വയനാടിൻ്റെ വികാരം? എന്താണ് വയനാട് ജനതയുടെ ആവശ്യങ്ങൾ? റഫീഖ്. അല്ല, ഇവിടെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ അതിദാരുണമായൊരു സംഭവമാണല്ലോ കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായത്. ഒറ്റപ്പെട്ട സംഭവമല്ല. വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, വയനാടിനെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. പക്ഷേ അതിൽ വളരെ ഫലപ്രദമായി തന്നെ കേരളത്തിലെ ഗവൺമെൻറ് സാധ്യമായ എല്ലാ കാര്യങ്ങളും ആ ഘട്ടത്തിൽ ചെയ്തു. ഗവൺമെൻറ്റുകൾക്കിതിൽ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഗവൺമെൻറ്റുകൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം മനുഷ്യജീവനുമായി ബന്ധപ്പെട്ട, അവൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. കേരളത്തിലെ ഗവൺമെൻറ് ഈ ഏറ്റവും അവസാനമുണ്ടായ അതിദാരുണമായ സംഭവത്തിൽ തന്നെ എത്രമാത്രം ക്രിയാത്മകമായി ഇടപെട്ടു എന്ന് നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ കൂട് സ്ഥാപിച്ചുകൊണ്ടും RRT സംഘത്തെ നിയോഗിച്ചുകൊണ്ടും പിന്നീട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വെടിവെക്കാനുള്ള ഉത്തരവ് ഉൾപ്പെടെ ഇട്ടുകൊണ്ടും എല്ലാ തരത്തിലും സാധ്യമായ ഇടപെടൽ കേരളത്തിലെ ഗവൺമെൻറ് നടത്തി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല, അതിൽ ചെയ്തു. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം നമുക്കെല്ലാവർക്കും നേരത്തെ ബഹുമാന്യനായ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ 1972 വന്യജീവി സംരക്ഷണ നിയമമുണ്ട്. ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് രാജ്യത്തെ ഏത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുക. ആ നിയമം യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ജീവന് സംരക്ഷണം നൽകുന്ന നിലയിലല്ല. 1972 നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഈ നമ്മുടെ അന്നത്തെ വനം വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് KG അടിയോടി കോൺഗ്രസിൻ്റെ നേതാവാണ്. അപ്പം ആ ഘട്ടത്തിൽ ഈ നിയമം വരുന്ന ഘട്ടത്തിൽ തന്നെ, ഞാൻ അതിൻ്റെ ചരിത്രത്തേക്ക് വല്ലാതെ പോകുന്നില്ല, പക്ഷെ ആ വരുന്ന ഘട്ടത്തിൽ തന്നെ വയനാട്ടിലൊരു സമരം നടന്നിട്ടുണ്ട്. ചാത്തുണ്ണി മാഷിൻ്റെ നേതൃത്വത്തിൽ, കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചാത്തുണ്ണി മാഷിൻ്റെ നേതൃത്വത്തിൽ നൂൽപ്പുഴ പഞ്ചായത്തിലെ, അന്ന് വയനാട് എന്ന നിലയിലല്ല ഉള്ളത് എങ്കിൽ കൂടിയും ആ വയനാടിൻ്റെ ഭൂപ്രദേശത്ത് അന്ന് ചാത്തുണ്ണി മാഷിൻ്റെ നേതൃത്വത്തിൽ കല്ലൂരിൽ നിന്നും ഫോറസ്റ്റ് ഓഫീസിലേക്ക്, ബത്തേരിയിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിക്കൊണ്ട് അന്ന് ചാത്തുണ്ണി മാഷ് പ്രസംഗിച്ച ഒരു കാര്യമുണ്ട്, ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ നിയമം വരുന്നതോടുകൂടി പകല് പോലും പിന്നീട് മനുഷ്യർക്ക് റോട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത, നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും എന്ന് 1972 ഈ നിയമം വരുന്ന ഘട്ടത്തിൽ ചാത്തുണ്ണി മാഷ് പ്രസംഗിച്ചതാണ്. ഇന്ന് ആ നിലയിലേക്ക് പലയിടങ്ങളും മാറുകയാണ്. ഈ നിയമത്തിൽ ഭേദഗതി വരുത്താതെ നമുക്കിതിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയില്ല. ഒരു വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള ദാരുണമായ സംഭവങ്ങൾ വരുമ്പോൾ ആ ഘട്ടത്തിലുള്ള ഇടപെടലുകൾ ഈ നിയമത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടായില്ല. ഇതിന് ശാശ്വതമായ പരിഹാരം വേണം.
ആ പരിഹാരത്തിന് ഈ നിയമത്തിൽ കാതലായ മാറ്റം വരണം. ആ മാറ്റം വരുന്നതിന് വേണ്ടി കേരളത്തിലെ നിയമസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒരു പ്രമേയം അവതരിപ്പിച്ച് ഐക്യകണ്ഠേന ആ പ്രമേയം അംഗീകരിച്ച് കേന്ദ്രത്തിൽ സമർപ്പിച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അതിനോട് നിഷേധ നിലപാട് സ്വീകരിക്കുന്നു. 1. 2, ഇവിടെയുള്ള MP-മാർ കഴിഞ്ഞ 2 തവണയുമായും 19 MP-മാർ UDF-ന്റെ ഭാഗമായുള്ളവരാണ്. വയനാടിൻ്റെ MP ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ തന്നെ കോൺഗ്രസിൻ്റെ നേതാവുമാണ്. ഇപ്പം രാഹുൽ ഗാന്ധി ആയിരുന്നല്ലോ ഇവിടുത്തെ MP. അദ്ദേഹം ആദ്യഘട്ടത്തിൽ മത്സരിക്കാൻ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം പ്രസംഗിച്ചൊരു കാര്യം ഇപ്പോഴും വയനാട്ടുകാർക്ക് നല്ല ഓർമ്മയുണ്ട്. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമായി പറഞ്ഞു പോവുക എന്നതല്ല എൻ്റെ ഉത്തരവാദിത്തം, പരിഹരിക്കുക എന്നതാണ് ഉത്തരവാദിത്തം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ സ്റ്റുഡിയോയിൽ ഉൾപ്പെടെ അതിൻ്റെ വീഡിയോ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ഒരു തവണ പോലും ഈ വന്യമൃഗശല്യത്തിന് വേണ്ടി പാർലമെന്റിൽ എണീറ്റെന്ന് സംസാരിക്കാൻ തയ്യാറായില്ല. ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ തയ്യാറായില്ല. 1. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബഹുമാന്യനായ മന്ത്രിയുടെ എല്ലാം നേതൃത്വത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് 620 കോടി രൂപയുടെ ഒരു പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചു. അത് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ്. എന്നാൽ ആ പദ്ധതിക്ക് ഇതുവരെ അംഗീകാരം നൽകാൻ വേണ്ടി തയ്യാറായില്ല. ഈ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് നിയമത്തിൽ ഭേദഗതി വരുത്താനോ ആ പദ്ധതികൾ നൽകാനോ തയ്യാറാവുന്നില്ല. പിന്നെ കേരളത്തിന് ചെയ്യാൻ കഴിയുക ഇവിടെയുള്ള പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. അത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു പ്രയാസം ഇവിടെ മനുഷ്യജീവനുകളിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. വലിയ പ്രതിസന്ധി ഇന്നലെ നമ്മൾ കണ്ടല്ലോ. ഇന്നലെ കണ്ടത് അവരനുഭവിച്ച പ്രയാസം കൊണ്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. ആശ്വാസത്തിൻ്റെ പ്രതികരണങ്ങളും നമ്മൾ കണ്ടു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് വല്ലാത്തൊരു പ്രയാസത്തിലാണ് പല പ്രദേശം ജനങ്ങൾ ജീവിക്കുന്നത്. ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടേ മതിയാവുള്ളൂ. അത് പക്ഷേ കേരള സംസ്ഥാന ഗവൺമെൻറ് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അത് ചെയ്യാൻ കഴിയുക കേന്ദ്ര നിയമത്തിലെ ഭേദഗതിയിലൂടെയാണ്. വലിയ രൂപത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടാണ്. എന്നാൽ അതിനനുസൃതമായ നിലപാടല്ല രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിലപാടല്ല വയനാട്ടിൽ ഉൾപ്പെടെയുള്ള UDF-ന്റെ MP-മാർ ചെയ്യുന്നത് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ വിഷയത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ വിഷയത്തിൽ പിന്നെ നമ്മളെ ഗവൺമെൻറ് ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്യാവുന്ന രാധയുടെ കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള സാമ്പത്തിക സഹായം അതൊക്കെയാണല്ലോ. മരണപ്പെട്ട ജീവൻ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പിന്നീടുള്ള കാര്യം എന്ന നിലയിൽ സാമ്പത്തിക സഹായം 5 ലക്ഷം ആദ്യ ഗഡു കൊടുത്തു. ബാക്കി കൊടുക്കുമെന്ന് ഇന്ന് തന്നെ മന്ത്രി, ഇന്നലെ കഴിഞ്ഞ ദിവസം മന്ത്രി വന്നു, ഇന്ന് വീണ്ടും വയനാട്ടിൽ മന്ത്രി എത്തി ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അടിക്കാടുകൾ വെട്ടാനുള്ള തീരുമാനം അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഇന്ന് എടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വനാതിർത്തിയിൽ എവിടെയെങ്കിലും കടുവയുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേകമായി ടീമിനെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നു. ഇന്ന് ആക്രമിച്ച കടുവയെ ഇപ്പം ചത്ത നിലയിൽ കിട്ടി എന്നുള്ള ആശ്വാസമുണ്ട്. പക്ഷേ മറ്റ് കടുവകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ടീമിനെ നിയോഗിച്ചു കഴിഞ്ഞു. അങ്ങനെ ഫലപ്രദമായ നിലപാട് കേരളത്തിൻ്റെ മന്ത്രിസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വനം വകുപ്പ് മന്ത്രി തന്നെ ഇന്ന് നേരിട്ടെത്തിക്കൊണ്ടും ആ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ നമുക്ക് ശാശ്വതമായ പരിഹാരം വയനാട്ടിലും മലയോര പ്രദേശങ്ങളിലും ഈ വന്യമൃഗ ശല്യത്തിൻ്റെ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് ഉണ്ടാവേണ്ടതുണ്ട്. അതിനാവശ്യമായ നിലപാട് കേന്ദ്ര ഗവൺമെൻറ് കൂടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്താൻ വയനാട്ടിലെ 19 MP-മാരുണ്ട്, 20 MP-മാരുണ്ട്. ഇടതുപക്ഷത്തിന് MP ആ നിലയിൽ ചെയ്യുന്നുണ്ട്. രാജ്യസഭാ MP-മാർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായ ആളുകൾ ഇത് ഉന്നയിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ UDF-ന്റെ ഭാഗമായുള്ള MP-മാർ ആ നിലയിൽ ഇപ്പം വലിയ രൂപത്തിൽ മലയോര ജാഥയൊക്കെ നടത്തുമ്പോൾ, ഞാനതിന് രാഷ്ട്രീയമായി വല്ലാതെ പോകുന്നില്ല, പക്ഷേ മലയോര ജാഥയൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപടി പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. 72-ലെ നിയമം കൊണ്ടുവന്നതാര്? 19 MP-മാരുണ്ടായിട്ട് പാർലമെന്റിൽ എണീറ്റ് നിന്ന് എന്താണ് പറയാൻ തയ്യാറായത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ MP-യുടെ സാന്നിധ്യം ഇതുവരെ ഇല്ലല്ലോ. ഈ വിഷയത്തിൽ ഈ എല്ലാം കടുവ ഉൾപ്പെടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞ ഘട്ടത്തിൽ വരുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതുവരെ ഇല്ലല്ലോ. ആശ്വാസം ഇപ്പോൾ മന്ത്രിക്കെതിരെ അവിടെ ഒരു പ്രതിഷേധം ഉയർന്നു വന്നു. പക്ഷേ മന്ത്രി അന്ന് പറഞ്ഞൊരു, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മന്ത്രി അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എത്ര പ്രതിഷേധം വന്നാലും അവരെ ആശ്വസിപ്പിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ആ പ്രതിഷേധം ഭയന്നുകൊണ്ട് മന്ത്രിമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ORKേളു മിനിസ്റ്റർ ആ ഘട്ടം മുതൽ അവിടെ തന്നെ മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ട് ആ ഘട്ടം മുതലുണ്ട്. പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്നറിഞ്ഞിട്ട് പോലും അവിടെയുണ്ട്. എന്നിട്ട് വനംവകുപ്പ് മന്ത്രിയും അവിടെ വരികയാണ്. അപ്പോൾ പ്രതിഷേധത്തെ ഭയന്നുകൊണ്ട് ആ കുടുംബത്തെ കാണാത്ത നിലയല്ല സ്വീകരിച്ചത്. പക്ഷേ ഇവിടെയുള്ള MP എന്ത് നിലപാടാണ് സ്വീകരിച്ച് ഇതുവരെ എത്താൻ വേണ്ടി തയ്യാറായോ? പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ വരേണ്ടത്, എല്ലാം പരിഹരിച്ചിട്ടല്ലല്ലോ വരേണ്ടത്. ആ നിലയിൽ മലയോര ജാഥയൊക്കെ നടത്തി ഗവൺമെൻറ് കുറ്റപ്പെടുന്നവർ ആ കാര്യത്തിലൂടെ മറുപടി പറയണം എന്ന് സാന്ദർഭികമായി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. റഫീഖ്, UDF-ന്റെ പ്രതിനിധിയായിട്ട് അഡ്വക്കേറ്റ് സേനാപതി വേണു നമ്മളോടൊപ്പം ഉണ്ടല്ലോ. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. വേണുജി, താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. താങ്കളുടെ രാഷ്ട്രീയ കക്ഷി, താങ്കളുടെ രാഷ്ട്രീയ ചേരി ഈ പറഞ്ഞതുപോലെ
മലയോര സംരക്ഷണ സമരയാത്ര കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ശാശ്വത പരിഹാരം അതാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ ശീർഷകവാക്യമായി നിലനിൽക്കുന്നത്. ആ ശാശ്വത പരിഹാരത്തിലേക്ക് വിരചൂണ്ടുന്ന ഒരാവശ്യം ആ ജാഥ ഉന്നയിച്ചതായി പൊതുവെ കണ്ടില്ല. ആ ജാഥ ഊന്നുന്നത് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ പരാജയപ്പെടുന്നു എന്ന കാര്യത്തിലാണ്. ഇതിൻ്റെ പ്രശ്നങ്ങളുടെ പ്രശ്നമായി നിൽക്കുന്നതാവട്ടെ കേന്ദ്ര വന്യജീവി നിയമമാണ്. അത് പലതവണ ഭേദഗതി ചെയ്ത് കടുത്തതാക്കി മാറ്റിയ ആ നിയമം സംസ്ഥാന സർക്കാരുകളെ നിഷ്ക്രിയമാക്കി മാറ്റുന്നു എന്ന ഒരു വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ താങ്കളുടെ നേതാവ് കൂടിയായ ദേശീയ ശബ്ദം കൂടിയായ രാഹുൽ ഗാന്ധി മുതൽ പ്രിയങ്ക ഗാന്ധി വരെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. താങ്കളുടെ രാഷ്ട്രീയ എതിരാളിയും സുഹൃത്തും കൂടിയായ കെ റഫീഖ്, എങ്ങനെയാണ് അഡ്വക്കേറ്റ് വേണു താങ്കൾ പ്രതികരിക്കുക? ഞാൻ മിനിസ്റ്റർ പറഞ്ഞതും അതോടൊപ്പം തന്നെ ശ്രീ റഫീഖ് പറഞ്ഞതും ഞാൻ വളരെ സശ്രദ്ധം കേൾക്കുകയായിരുന്നു. കാരണം ഞാൻ വയനാട് പോലെ തന്നെ ഇടുക്കിയിൽ മലയോരത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരാളാണ്. മിനിസ്റ്റർക്കറിയാം, മിനിസ്റ്റർ ഇടുക്കിയിൽ അരിക്കൊമ്പൻ പ്രശ്നവുമായിട്ട് വന്നപ്പോൾ കളക്ടറേറ്റിലുണ്ടായ ചർച്ചയും ഈ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധയിൽ അവിടെ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ സശ്രദ്ധം കേട്ടു. എനിക്ക് രണ്ട് കാര്യത്തിൽ അദ്ദേഹത്തോടുള്ള വിയോജിപ്പ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ അടിയന്തര ശ്രദ്ധ ഗവൺമെന്റിന്റെ പതിയേണ്ട വിഷയം. സാർ, അടിയന്തര ശ്രദ്ധയല്ല, അടിയന്തര നടപടിയുടെ സമയമായി. ശ്രദ്ധയുടെ കാലഘട്ടമൊക്കെ പോയി. പിന്നെ ശാശ്വതമായ പരിഹാരം, അത് തന്നെയാണ് നമ്മൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്, ശാശ്വതമായ പരിഹാരം. ഇവിടെ റഫീഖും മിനിസ്റ്റർ അത് ഭംഗിതര സൂചിപ്പിച്ചുള്ളൂ. കേന്ദ്ര വന നിയമത്തെക്കുറിച്ച്, കേന്ദ്ര വന നിയമമല്ല, വനം വന്യജീവി സംരക്ഷണ നിയമം 1972 നിയമത്തെക്കുറിച്ച് ഞാൻ ഡോക്ടർ ചന്ദ്രശേഖരൻ, ഞാനൊരു 27 വർഷമായി അഭിഭാഷക വൃത്തിയും ഈ ഹൈറേഞ്ചിലായതുകൊണ്ട് ഈ വൈൽഡ് ലൈഫ് ആക്റ്റുമായിട്ടുള്ള നിരവധി കേസുകളും ഞാൻ ഇതിൻ്റെ വകുപ്പുകൾ കൂലങ്കുഷമായി, ഞാനൊരു വിദഗ്ധനാണെന്നുള്ള അഭിപ്രായത്തിലല്ല, ഞാൻ ദൈനംദിനം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഈ വകുപ്പിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ 11(1)A and B വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഏത് വന്യജീവി ഷെഡ്യൂൾ 1-ൽപ്പെട്ടത് അത് വൈൽഡ് ലൈഫ് വാർഡന് അദ്ദേഹം അത് മാത്രമാണ് അതിൻ്റെ വാക്യം തന്നെ, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് നോ വൈൽഡ് ആനിമൽ ഷാൽ ബി ഓർഡർഡ് ടു ബി കിൽഡ് അൺലെസ് the chief wildlife warden is satisfied that such animal cannot be captured, tranquilized or translocated. അപ്പോൾ ഒരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇന്നലെ ഇറങ്ങിയ കടുവ, മിനിഞ്ഞാന്ന് ഇറങ്ങിയ കടുവ, അത് മനുഷ്യനെ ആക്രമിക്കുന്നതാണ്, അതിനെ കൊന്നേ മതിയാകൂ എന്ന് അദ്ദേഹത്തിന് തോന്നാൻ പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട. ഞാൻ ചോദിക്കുന്നു, മിനിഞ്ഞാന്ന് 4-ാം നാള് ഈ കടുവയെ വെടിവെക്കാനായിട്ട് ഗവൺമെന്റ് ഉത്തരവ് കൊടുത്തു. എങ്ങനെയാണ് ഗവൺമെന്റ് ഉത്തരവ് കൊടുത്തത്? ആകാശത്തിൽ നിന്നോ അന്തരീക്ഷത്തിൽ നിന്നോ വന്നതല്ലോ, നിയമപുസ്തകത്തിലുള്ളതാണ്. നിയമപുസ്തകത്തിലുള്ള കാര്യം എന്തുകൊണ്ട് നമ്മൾ പ്രയോഗിക്കുന്നില്ല? ഞാൻ മിനിസ്റ്റർ ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാ ബഹുമാനങ്ങളും കലർന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, സർ, എന്തുകൊണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ മനുഷ്യജീവന് അപകടകരമായിട്ടുള്ള ആനിമൽസ്, അത് കാട്ടുമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള വനം സെക്ഷൻ 11(1)A and B വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആ സെക്ഷനെ ഇൻവോക്ക് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നില്ല? ഒന്ന് കൊച്ചി. ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അദ്ദേഹം ഗവൺമെന്റിന്റെ ഭാഗമാണ്. പഴയ CRPC 133F, ഇപ്പൊ ഇന്നലെ കളക്ടർ അവിടെ 144 പ്രഖ്യാപിച്ചു. CRPCയുടെ പ്രൊവിഷൻ 103F എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് സാർ. അതിപ്പം 154 പുതിയ നിയമം BNS വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയ നിയമത്തിലേക്ക് മാറ്റി, ഭാരതീയ ന്യായ സുരക്ഷ വന്നപ്പോഴത്തേക്ക് പുതിയ നിയമത്തിലേക്ക് മാറ്റി. ഇപ്പൊ 152 ആണെന്നാണ്, സബ്ജക്ട് ടു കറക്ഷൻ. അപ്പൊ പഴയ 133F അതിന്റെ സെന്റൻസ് തന്നെ എങ്ങനെയാണ്? എനി ഡേഞ്ചറസ് ആനിമൽ ഷുഡ് ബി ഡിസ്ട്രോയിഡ്. വേറെ ഒന്നും അതിന്റെ അകത്ത് പറയുന്നത്, ഷുഡ് ബി ഡിസ്ട്രോയിഡ്. അതിന് ഉത്തരവ് കൊടുക്കേണ്ടത് ആരാണ്? ജില്ലാ മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, കളക്ടർ. ഞാൻ ചോദിക്കുന്നു, ഇന്ന് വരെ വയനാട്ടിൽ ഇങ്ങനെ ഡേഞ്ചറസ് ആയ ആനിമൽ വനത്തിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലൂടെ നടക്കുമ്പോൾ, കൃഷി സ്ഥലത്തോട് വരുമ്പോൾ ഇറ്റ് ഈസ് ടു ബി ഡിസ്ട്രോയിഡ് എന്ന ഉത്തരവ് എന്തുകൊണ്ട് വയനാട് കളക്ടർ ഇന്ന് വരെ കൊടുത്തില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ തയ്യാറായിട്ടില്ല? ഇപ്പൊ 8 വർഷമായി. നിങ്ങളിപ്പോ രാഹുൽ ഗാന്ധി വന്നില്ല, പ്രിയങ്ക ഗാന്ധി വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള നിയമവും ആ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വകുപ്പുകളും സാർ എന്തുകൊണ്ട് ഗവൺമെന്റ് പ്രയോഗിക്കുന്നില്ല? പ്രയോഗിക്കാൻ ഗവൺമെന്റ് കഴിയില്ല എങ്കിൽ ഞാൻ നാളെ ഉത്തരവിറക്കാൻ പറ്റിയല്ലോ. അപ്പൊ ഇത് കഴിയും. ആ കഴിയുന്ന കാര്യം ചെയ്തില്ല എന്നുള്ള പോരായ്മ അത് നിലനിൽക്കുന്നു, ഒന്നാമത്തെ കാര്യം. ഇനി 2, അങ്ങ് പറഞ്ഞു ഞങ്ങൾ 620 കോടി രൂപയുടെ പ്രൊജക്ട് കൊടുത്തു. സന്തോഷം സാർ, ഞാൻ അതിനെയൊക്കെ അംഗീകരിക്കുന്ന ആളാണ്.
ഞാൻ രാഷ്ട്രീയത്തിൽ എതിരാളികൾ പറയുമ്പോഴും അതിൻ്റെ അകത്തെ സത്യസന്ധതയും അല്ലെങ്കിൽ ആ കാര്യമൊക്കെ ഞാൻ അംഗീകരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഒരു 620 കോടി രൂപ വേണ്ട, അതിന്റെ ഒരു പകുതി സംസ്ഥാന ഗവൺമെന്റ് മാറ്റിവെച്ചിട്ട് ഞങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കുന്നു, ഇത്രയും സംസ്ഥാനത്തിന് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾ 20% അല്ലെങ്കിൽ 30% ഞങ്ങൾ വെക്കുന്നു, ശേഷിക്കുന്ന തുക കേന്ദ്രം തരണം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു കാര്യം സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, ഇവിടെ KG അടിയോടി വനം വകുപ്പ് മന്ത്രിയും ഇന്ദിരാഗാന്ധിയും, മിനിസ്റ്റർ ഇവിടെ ഇരിക്കുന്നു, മിനിസ്റ്റർ പഴയ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, KG അടിയോടിക്ക് ഒരുപാട് സിന്ദാബാദ് വിളിച്ചിട്ടുള്ള ആളാണ് മിനിസ്റ്റർ പറയട്ടെ, ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന അന്നത്തെ നിയമം അത് അന്ന് കാലോചിതമായ നിയമമാണ്, നിയമം പരിഷ്കരിക്കണം നമ്മളും ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ ജാഥയിൽ ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും, ഇന്നിപ്പോ കൊട്ടിയൂരിൽ നടന്ന യോഗം ഞാൻ അതിന്റെ വിഷ്വൽ കാണുകയായിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല വളരെ ശക്തമായി ആവശ്യപ്പെട്ടത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തേ മതിയാകും. ഞങ്ങളിവിടെ കേന്ദ്രത്തെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് ശരിയോ ഇല്ല കേന്ദ്രത്തിന്റെ നിഷ്ക്രിയത്വം. ഞാൻ ഒരു കാര്യം കൂടി ബഹുമാനപ്പെട്ട ആങ്കർ ശ്രീ ഡോക്ടർ ചന്ദ്രശേഖരന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുക. ശ്രീ ഫ്രാൻസിസ് ജോർജ് MP, ഇടുക്കിയിൽ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ MP ആയിരുന്നു 2 ടേമുകൾ. ഇപ്പൊ അദ്ദേഹം കോട്ടയത്ത് UDFന്റെ MP ആണ്. അദ്ദേഹം കേന്ദ്ര വനം വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിന് കിട്ടിയ മറുപടി അദ്ദേഹം കോട്ടയം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ നിലനിൽക്കുന്ന വനം വന്യജീവി നിയമത്തിൽ അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്നതിന് യാതൊരു വിധമായ നിയമ തടസ്സങ്ങളും ഇല്ല എന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ മറുപടി അദ്ദേഹം കേരളത്തിലെ മുഴുവൻ പത്രക്കാർക്കും കൊടുത്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഇനിയിപ്പോ ഈ മധ്യ തിരുവിതാംകൂറിലെ എല്ലാ പത്രങ്ങളിലും അത് പ്രധാനപ്പെട്ട വാർത്തയായി തലക്കെട്ടോടുകൂടി വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, കേന്ദ്രമന്ത്രി ഒരു MP-ക്ക് കൊടുത്ത മറുപടി ഇതായിട്ട് നിൽക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞത്, നിയമപുസ്തകത്തിൽ ഇപ്പോഴുള്ള ചില കാര്യങ്ങൾ അത് അടിയന്തരമായി ഗവൺമെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോ ശ്രീ റഫീഖ് പറഞ്ഞൊരു കാര്യം ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെ ഒരു 6 മാസം മുമ്പേ, ഒരു കൊല്ലം മുമ്പേ നമ്മൾ ചെയ്യണ്ടേ? അടിക്കാടുകൾ വെട്ടുക. ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഇതിന്റെ നിർദ്ദേശം പറഞ്ഞു. 1/2 കിലോമീറ്റർ വനത്തിന്റെ എന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി ഇത് മറഞ്ഞിരിക്കുന്നത്. കാരണം ആനയാണെങ്കിൽ നമുക്ക് കാണാം, ഈ കടുവയും അല്ലെങ്കിൽ പുലി പോലെയുള്ള ജീവികൾ അതൊന്നാമതേ ഇര പിടിക്കാനായിട്ട് മറഞ്ഞാണ് വരുന്നത്. ഈ ജീവികളെ കാണത്തക്ക രീതിയിൽ വനവും വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുടെ 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ അടിക്കാട് വെട്ടാൻ ഞാൻ ചോദിക്കുന്ന, ഒരു 500 തൊഴിൽ ദിനം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ, ഇല്ലെങ്കിൽ ആ നാട്ടിലെ ഇപ്പൊ പറഞ്ഞ പോലെ ഈ ആളുകൾ ഇറങ്ങുന്നവർ ഈ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളുടെ അടിക്കാടുകൾ വെട്ടാനൊക്കെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ്, എത്രയോ മാസങ്ങൾക്ക് മുമ്പേ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതാണ്. അങ്ങനെ അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ വരുന്നതിലുള്ള ഒരു പോരായ്മ, ആ പോരായ്മയാണ് ഏറ്റവും അവസാനം രാധ എന്ന് പറയുന്ന സ്ത്രീ, അവർ പണിസ്ഥലത്താണെന്ന്, അവർ വനഭൂമിയിൽ കയറിയിട്ടില്ല, ആ പണിസ്ഥലത്ത് നിൽക്കുമ്പോഴാണ് നമ്മളൊന്ന് ആലോചിക്കുക, ഒരു മനുഷ്യനെ എത്ര നിർദ്ദയമാണ് രീതിയിലാണ് കടുവ അവരെ കൊണ്ടുപോയി അവരുടെ ശരീരഭാഗം മുഴുവൻ തിന്ന്. ഇന്നിപ്പോ പോസ്റ്റ്മോർട്ടത്തിൽ, കടുവയുടെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടു അവരുടെ കമ്മൽ ഉൾപ്പെടെ അവരുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ അതിന്റെ ആമാശയത്തിലുണ്ട് എന്ന്. അപ്പം എത്ര ഭീകരമായ രീതിയിൽ അല്ലെങ്കിൽ ഭയാനകമായ രീതിയായിരുന്നു അവരുടെ മരണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ ജാഥയിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഇനിയിപ്പോ ഞങ്ങൾ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ ചന്ദ്രശേഖർ ജാഥ നടത്തുന്നത്? ഇതല്ലേ രാധ മരിച്ചതുകൊണ്ടല്ല, ഞങ്ങൾ ഈ ജാഥ 1 മാസം മുമ്പ് തന്നെ അതിന്റെ പദ്ധതികൾ നടപ്പിലാക്കി, അതിന്റെ പ്രചരണവും കൊടുത്തു. അതിനിടയിലാണ് ഈ ദുരന്തവും കൂടി ഉണ്ടായത്. അപ്പൊ ഇനി ഒരു ദുരന്തം കൂടി, പ്രത്യേകിച്ച് മലയോരത്ത് താമസിക്കുന്ന 430ഓളം പഞ്ചായത്തുകൾ, ഈ സഖ്യനിൽ ഈ വനത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ, അവർ ഭയവിഹുലരാണ്. ഞാനിത് നേരിട്ട് അനുഭവിക്കുന്ന ആളാണ്, നേരിട്ട് കാണുന്നതാണ്. ഞങ്ങളുടെ ചിന്നക്കനാൽ എന്ന് പറയുന്ന പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ കാട്ടാനകള് അത് ഒരു 10-25 എണ്ണം അങ്ങ് വിഹരിച്ച് നടക്കുകയാണ്. അവിടെ നിന്നാണല്ലോ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ടുപോയത്. ഭാഗ്യവശാൽ ഇവിടെ പുലിയും കടുവയും ഇപ്പോൾ ഇല്ല, അത് മൂന്നാർ ഭാഗത്ത് ആയി കഴിഞ്ഞിരിക്കുന്നു. കാട്ടുമൃഗങ്ങളെ, വളർത്തു മൃഗങ്ങളെ ഇതുവരെ മനുഷ്യനെ ആക്രമിച്ചില്ല എന്ന ഒരു ആശ്വാസം മാത്രമേ ആ കാര്യത്തിലുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യം ശാശ്വതമായ പരിഹാരമാണ്. അതിന് കേന്ദ്ര നിയമം തിരുത്തേണ്ടതുണ്ട്, ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ സംസ്ഥാനത്തിന്റെ കയ്യിലിരിക്കുന്നത്, പുര തീ പിടിച്ചപ്പോ ഫയർ സ്റ്റേഷൻ വേണമെന്ന് നമ്മൾ മറുപടി കൂട്ടിയിട്ട് കാര്യമില്ല. പുര തീ പിടിക്കുമ്പോൾ അടുത്ത വീട്ടിലെ വെള്ളമോ അല്ലെങ്കിൽ സമീപത്തുള്ള വെള്ളമോ കോരി ഒഴിച്ച് തീ കെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഗവൺമെന്റിന്, ഒരു സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം, ആ വിമർശനം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇരിക്കുന്ന ഒരു വേദി കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, ആ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സമ്പൂർണമായ വീഴ്ചയാണ്. ആ വീഴ്ചയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി എത്ര രൂക്ഷമാക്കാനും രാധ എന്ന പാവപ്പെട്ട ഒരു വീട്ടമ്മയുടെ ദാരുണമായ മരണത്തിന് കാരണമായത് എന്ന് 1ാം ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ചന്ദ്രശേഖർ.
സേനാപതി വേണു, ആദ്യം തന്നെ താങ്കൾ എൻ്റെ ആമുഖത്തിൽ വന്നൊരു പിഴവ് ചൂണ്ടിക്കാണിച്ചതിന് നന്ദി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയത് തന്നെയാണ്, തർക്കമൊന്നുമില്ല. ആയിക്കോട്ടെ കുഴപ്പമില്ല. രണ്ടാമത്തതിലേക്ക് ഞാൻ വരാം. താങ്കൾ ഒരു പ്രതിപക്ഷത്തിൻ്റെ സ്വരം എന്ന നിലയ്ക്ക് ഉന്നയിച്ച വിമർശനങ്ങൾ പ്രസക്തമാണ്. പക്ഷേ ആ നിയമത്തെക്കുറിച്ച്, ആ നിയമം മാറ്റണം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ അവരുടേതായ രീതിക്ക് ആവശ്യപ്പെടുന്നുണ്ടാവാം. പക്ഷെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ നോക്കിക്കാണുമ്പോൾ ആ നിയമത്തിലുള്ള കാതലായ പ്രശ്നം അതത് സംസ്ഥാനങ്ങൾക്ക് അവിടുത്തെ പ്രാദേശിക സാഹചര്യങ്ങൾ നോക്കി ചില ജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്കില്ല. അത് വേണം എന്നൊരു ആവശ്യമാണ്. ഒരു പർട്ടിക്കുലർ ജീവി, ഒരു കടുവ മനുഷ്യനെ ആക്രമിച്ചാൽ ആ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശമാണ് ഉള്ളത്. അത് മാനീറ്റർ ആണെന്ന് തെളിയിച്ചാലാണ് അത്തരത്തിലൊക്കെയുള്ള കടുത്ത നടപടികളിലേക്ക് പോവുക. പക്ഷേ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാത്തതിന് കേന്ദ്ര നിയമം കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കടുവകൾ അത് ഏറ്റവും കൂടുതൽ സംരക്ഷണം ലഭിക്കുന്ന മൃഗങ്ങളാണ്. അത്തരത്തിലുള്ള പട്ടികയിൽപ്പെട്ട മൃഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുവായി മാറുന്നത് മറ്റൊരു ശല്യകാരിയായ മൃഗമായി നമുക്ക് മാറിയിരിക്കുന്ന കാട്ടുപന്നിയാണ്. അപ്പോൾ കാട്ടുപന്നിയെ പിടിക്കാനും തിന്നാനും, ആവശ്യമാണെങ്കിൽ തിന്നാനും ഒക്കെ ഉള്ള അനുമതി കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുത്തും എന്നാണ്. പക്ഷേ കടുവകൾ കൂടും. അതിന് വിഹരിക്കാനാവുന്ന മേഖലയെക്കുറിച്ച് ചില ശാസ്ത്രീയ ധാരണകളുണ്ട്. അതിൽ കൂടുതൽ കടുവകൾ കൂടും. ഒരു പ്രദേശത്തിന് വഹിക്കാവുന്നതിൽ കൂടുതൽ കാട്ടുപന്നികളെപ്പോലുള്ള വന്യജീവികൾ ഉണ്ടാവും. അത് ഒരു പ്രദേശത്തിന് ശല്യകാരിയായി മാറുമ്പോൾ അത് ശല്യകാരിയായ മൃഗമായി പ്രഖ്യാപിക്കാൻ, ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ ഇപ്പോഴും നിയമമുണ്ട്. ആ നിയമമുള്ളത് കേന്ദ്രത്തിനാണ്. അത് തൽക്കാലത്തേക്കെങ്കിലും, ചില സംസ്ഥാനങ്ങളിലൊക്കെ അത് ചില സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. കേരളത്തിന് അതിൻ്റെ ആനുകൂല്യം കിട്ടിയില്ല എന്നാണ് വിമർശനം. കണ്ട മൃഗത്തെ വെടിവെച്ച് കൊല്ലുക എന്നതല്ല, ഒരു കാലഘട്ടത്തിൽ ശല്യകാരിയായി മാറുന്ന മൃഗങ്ങളെ ആവശ്യമെങ്കിൽ വേട്ടയാടാനുള്ള ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ അധികാരം സംസ്ഥാനത്തിന് കൊടുക്കണം എന്ന വിമർശനമാണ് ഉയർത്തുന്നത്. പക്ഷേ നിയമത്തിൻ്റെ ഉള്ള പല്ലും നഖവും ഉപയോഗിക്കണം എന്ന പ്രതിപക്ഷ വിമർശനം സംഗതമാണ്, പ്രസക്തമാണ്. പക്ഷേ ഇപ്പോൾ അതിന് മറുപടി പറയാനായി താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ, നിർദ്ദേശിച്ചതുപോലെ, ശരിയായി നിർദ്ദേശിച്ചതുപോലെ മന്ത്രി ഇപ്പോൾ ഇല്ല. അദ്ദേഹം തത്സമയം ജോയിൻ ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ മൂലം അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം നമ്മുടെ ചർച്ചയിൽ നിന്ന് വിട്ടുപോയി. പക്ഷേ ആ കാര്യം നമുക്ക് ചർച്ചാ വിഷയമാക്കാം. ഞാൻ ഇപ്പോൾ വരുന്നത് വയനാട്ടിൽ നിന്ന് തന്നെ, അവിടെ ജനിച്ചു വളർന്ന് അവിടെ ദീർഘകാലം പത്രപ്രവർത്തനം നടത്തി മുതിർന്ന മാധ്യമപ്രവർത്തകനായി മാറിയിരിക്കുന്ന രാംദാസിനോടാണ്. രാംദാസെ, ഇപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പൊന്തി വരുന്നു. ശാശ്വതമായ പരിഹാരം എന്നത് തന്നെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങളുടെയൊക്കെ തോന്നൽ അത് കാതലായി കിടക്കുന്നത് അധികാരത്തിൻ്റെ ഒരു പ്രശ്നമാണ്. 1972 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഉണ്ടായ നിയമം, അതിന് 10ഓളം ഭേദഗതി വന്നിരിക്കുന്നു. അതിൻ്റെ പല്ലും നഖവും കൂട്ടിക്കൊണ്ടുവന്ന് ഇത് ഇപ്പോൾ കർക്കശമായ നിയമമായി മാറിയിരിക്കുന്നു. അതിൻ്റെ വിന്യാസാധികാരം മുഴുവൻ വിദൂരത്തുള്ള കേന്ദ്രത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നു. സംസ്ഥാനത്തിലെ മലയോരത്തിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ആ നിയമം മുന്നോട്ട് പോകുന്നു. ഈ സാഹചര്യത്തിൽ അത് തന്നെയല്ലേ പ്രശ്നങ്ങളുടെ പ്രശ്നമായി നിൽക്കുന്നത്? അതടക്കം എന്തിനെയൊക്കെ നേരിട്ടാലാണ് മലയോരത്തിലെ ഈ മനുഷ്യൻ്റെ അശാന്തിക്ക് ഒരു ശാശ്വത പരിഹാരം ആവുക? രാംദാസ് എന്തു പറയുന്നു? എനിക്കിതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് സഹ പാനലിസ്റ്റുകളും ഈ വിഷയം അവതരിപ്പിച്ച ആങ്കർ ആയിട്ടുള്ള ചന്ദ്രശേഖർ സാർ പറയുന്നത്. പക്ഷേ ഞാനവിടെ ജനിച്ചു വളർന്നിട്ടുള്ളതാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ ഈ ശാശ്വതമായ പരിഹാരം വേണം എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും തർക്കമൊന്നുമില്ല, അതിൽ എതിർപ്പ് ആർക്കുമില്ല. ഈ പറഞ്ഞ 1972 വന നിയമം മാറ്റണം എന്ന് പറയുന്നതിലും തർക്കമില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ BJP പോലും ആ ഒരു നിയമം മാറ്റുന്നതിന് എതിർപ്പൊന്നും എവിടെയും പ്രകടിപ്പിച്ചതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എങ്ങനെയാണ് ഈ ശാശ്വതമായ പരിഹാരം എന്നുള്ള തരത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഇപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിയമം മാറ്റിയാൽ മാത്രം അവസാനിക്കുന്നതാണോ ഈ പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു ഒരു പരിശോധനയിലേക്ക് നമ്മൾ പോകണം. വയനാട് പോലുള്ള സ്ഥലത്ത്
എന്താണ് കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് വയനാട്ടിലെ ക്ലൈമറ്റിൽ വന്നിട്ടിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. അത് എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് വന്നത്? പെട്ടെന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു കാരണം പറഞ്ഞുകൊണ്ട് അതിൽ പരിഹരിക്കാം എന്നുള്ള ഓപ്ഷൻ പോലും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കാലാവസ്ഥയിൽ വയനാട്ടിൽ വന്നിട്ടുള്ള വലിയ മാറ്റമുണ്ട്. ഈ മാറ്റത്തിനെ അതിജീവിക്കാൻ യഥാർത്ഥത്തിൽ കർഷകരും ഈ പറയുന്ന അവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് കഴിയുന്നില്ല. നമുക്കറിയാം വയനാട്ടിലെ വളരെ തണുപ്പുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വയനാട്ടിൽ പോലും AC ഇല്ലാതെ രാത്രിയിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ മഴ കിട്ടുന്നൊരു പ്രദേശമായിട്ട് വയനാട് മാറിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ മഴ, ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന സ്ഥലം ഒക്കെയായിട്ട് വയനാട് മാറുമ്പോൾ ഇത് അവിടുത്തെ മനുഷ്യരുടെ വാസം പോലും പ്രശ്നത്തിലാക്കുന്നുണ്ട്. ഇതേ സാഹചര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ വന്യജീവികളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. നമ്മളെ ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ വാക്കുകൾ പോലും യഥാർത്ഥത്തിൽ ഈ കാലത്ത് നമ്മളെ പരിഷ്കൃതരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടെന്ന് നമ്മൾ കരുതുന്ന നമ്മളിത് ഉപയോഗിക്കുന്നതിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും അതിനൊരു വാക്ക് എനിക്ക് തോന്നുന്നത് ഈ മുഖാമുഖം എന്ന് പറയുന്നത്, അതായത് മാൻ അനിമൽ ഇൻ്റർഫേസ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പം കടുവ എന്ന് പറയുന്നത് രണ്ട് പക്ഷത്ത്, എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഈ നമ്മളുടെ ഈ ടൈറ്റിലിന് പോലും ഒരു പ്രശ്നമുണ്ട്. നരിയ ഒരു പക്ഷത്തൊന്നും അല്ലെന്ന്. എവിടെയാണ് നരിയുടെ പക്ഷം എന്ന് പറയുന്നത്? നരിയ ഒന്നുമല്ല, മനുഷ്യൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും രണ്ട് പക്ഷത്തുള്ള മനുഷ്യൻ. എൻ്റെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് രാധയും ഈ കൊല്ലപ്പെട്ട രാധയും ഈ ഇന്ന് മരിച്ച കടുവയും ഒക്കെ ഇരകളാണ്. അവരൊന്നുമല്ല ഇതിൻ്റെ ഒന്നും ഒരു കാരണവശാലും ഈ പറയുന്ന ഈ കടുവ എന്ന് പറയുന്നത് എന്തെങ്കിലും പർപ്പസ്ഫുള്ളി ചെയ്തോളാം. ഇപ്പോൾ നമുക്ക് സമീപകാലത്തായിട്ട് വയനാട്ടിൽ നടക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമുക്കറിയാം, ഇപ്പം പിന്നെ കടുവയുടെ അല്ലെങ്കിൽ മറ്റു ആനകളുടെയോ പിന്നെ ഈ പറയുന്ന നാട്ടിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ പറഞ്ഞ സംഭവങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുന്നു, വലിയ വിവാദം ഉണ്ടാകുന്നു, വലിയ ബഹളം ഉണ്ടാകുന്നു. നമുക്കറിയാം ജനപ്രതിനിധികളെ തടഞ്ഞു വെക്കുകയോ കയ്യേറ്റം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതോടുകൂടി അത് അവസാനിക്കുക ചെയ്യുന്നത്. നമ്മളപ്പോൾ തന്നെ ആവശ്യപ്പെടുന്നു ഇതിനെ വെടിവെച്ച് കൊല്ലണം. ഈ പ്രശ്നം അവസാനിക്കുകയാണ്. നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ഇപ്പം ഞാൻ പറഞ്ഞുതരാം, റഫീഖ് അവിടെയുള്ള ഒരാളാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമുക്കറിയാം. ഈ കാട്ടിനുള്ളിലുള്ള ഈ ജീവികൾ എന്ത് ചെയ്യും, മനുഷ്യരെന്ത് ചെയ്യും? ഈ സാധനത്തെ നമ്മൾ ആ രൂപത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റണം. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ വനത്തിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് വനം വകുപ്പിൻ്റെ ശത്രുക്കളായി മാറുന്നത്? അത് നമ്മൾ പരിശോധിക്കണ്ടേ? ഈ വനത്തിനടുക്ക് ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ വനം എന്ന് പറയുന്നത് മറ്റൊരു സംഭവമായിട്ട് മാറ്റി നിർത്തുക, ശത്രുവായിട്ടാണ് പരിഗണിക്കുന്നത്. അതെങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു അവസ്ഥയുണ്ടാകുന്നത്? ഇപ്പം നമ്മൾ ഈ ഭരണം മാറുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങൾ മുഴുവനും അപ്പോൾ അവർക്കെതിരെ പ്രയോഗിക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് ഇത് എല്ലാവരും കൂടി ചേർന്നല്ല, ഇതിൽ കാതലായ പ്രശ്നങ്ങളെ എങ്ങനെ നമ്മൾ പരിഹരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. കാട്ടിനുള്ളിൽ ഈ പറയുന്ന വന്യജീവികൾക്ക് ഒരു ആവാസ വ്യവസ്ഥ, അതിൻ്റെ ഒരു സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ കാട്ടിനുള്ളിലുള്ള ഒരു വലിയ ഈ പറയുന്ന തോട്ടങ്ങളാണ്. ഈ തോട്ടങ്ങൾ വെട്ടിമാറ്റുന്നതായിട്ട് ബന്ധപ്പെട്ട് ആർക്കാണ് തടസ്സമുള്ളത്? ആരാണത് ആവശ്യപ്പെടാത്തത്? ഞാൻ പറഞ്ഞത് നമ്മളെ ഭരിക്കുന്ന ഈ പറയുന്ന റഫീഖ് ഉൾപ്പെടുന്ന ആളുകളുടെ പാർട്ടിയും, അതായത് CPM കോൺഗ്രസിൻ്റെ ആളുകളും എല്ലാവരും ഇത് ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് നടത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ആ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു ആവശ്യമായിട്ട് ശക്തമായിട്ട് ഗവൺമെൻറ്റിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം നേരത്തെ ഈ പറഞ്ഞ പാനലിൽ ഒരാൾ പറഞ്ഞത് 430 പഞ്ചായത്ത് കേരളത്തിൽ ഇതേ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് കേരളത്തിൻ്റെ പകുതിയോളം വരുന്ന സ്ഥലങ്ങളിൽ ഇതേ പ്രശ്നമുണ്ട്. പക്ഷേ എത്രമാത്രം പരിഗണന നമുക്കിതിന് നൽകാൻ കഴിയുന്നുണ്ട്? നമ്മൾ നൽകുന്നുണ്ട് നമ്മളിതിന്. നിങ്ങൾ ആലോചിച്ച് നോക്കും, വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ലേ? എന്തുകൊണ്ടാണ് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്? അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല മനുഷ്യന് മാത്രമല്ല, ഈ മൃഗങ്ങളെ സംരക്ഷിക്കാൻ മനുഷ്യനല്ലാതെ ആർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് നമ്മൾ കണക്കൂട്ടുണ്ട്. എന്ത് പദ്ധതിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്? ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആവട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് പരിമിതികളൊക്കെ മനസ്സിലാവും സാർ. പക്ഷേ ജനങ്ങളല്ലേ ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത്. നമ്മൾ അങ്ങനെ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ഈ മനുഷ്യരുടെ അവകാശങ്ങൾ, ഈ പറയുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ അതേപോലെ തന്നെയാണ്. ഈ കാട്ടിനുള്ളിലേക്ക് കടന്നുകയറ്റം തടയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ നടപടികൾ എടുത്തിരിക്കുന്നത്? നമ്മൾ കാര്യങ്ങളൊക്കെ പറയും, നമ്മൾ വളരെ ക്ലീനാണ്, നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ആ ഒരു പ്രശ്നം കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാം, രാധയുടെ മരണം നടന്ന് ഒരാഴ്ചയോട് ഇതെല്ലാം അവസാനിക്കുന്നേ. ഒരു പ്രശ്നം ഇനി പിന്നെ നമ്മളൊന്നും മനസ്സില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കറിയാം നമ്മളെ ഈ മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇപ്പം 6 മാസത്തോളമായില്ലേ? നമുക്ക് എന്താണ് ചെയ്യാൻ കഴിഞ്ഞത്? യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥമായ കാതലായ പ്രശ്നത്തിലേക്ക് പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്താണ് പ്രശ്നം എന്ന് നമ്മൾ പഠിക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ടൂറിസം നമ്മൾ ഏറ്റവും ചുരുങ്ങിയതായിട്ട് നമുക്ക് പറയാം. ഈ സമയത്താണ് ടൈഗേഴ്സിൻ്റെ മീറ്റിംഗ് ടൈമാണ്.
ഇത് ഇങ്ങനെ ഓടി നടന്നു വരികയാണ്. വെള്ളം കുറഞ്ഞതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുള്ള ആനകളുടെയും മറ്റ് ജീവികളുടെയും വലിയ പ്രവാഹം വയനാട്ടിലുണ്ട്. ഈ സമയത്ത് ടൂറിസം വൻതോതിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ് അവിടെ. ഈ ടൂറിസം എന്ന് പറയുന്ന സാധനം നമ്മളത് റിയാലിറ്റിയിലേ നമ്മൾ കണ്ടേ പറ്റുള്ളൂ. കാടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പർശിക്കാത്ത ടൂറിസം കേന്ദ്രങ്ങൾ വയനാട്ടിലില്ല. എല്ലാ പ്രദേശങ്ങളും ഒരു കാടിൻ്റെ അറ്റത്തുള്ള ടൂറിസം റിസോർട്ടുകളുണ്ട്. ഈ റിസോർട്ടുകളിലൊക്കെ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് വരുന്നത്. ഇവരുണ്ടാക്കുന്ന ഇതൊന്നും വേണ്ടെന്നൊന്നുമില്ല സാർ, ഇതിൽ നമ്മൾ നിയന്ത്രിക്കണ്ടേ? ഈ സമയത്തെങ്കിലും ഏറ്റവും മിനിമം നമ്മൾ അങ്ങനെ ഒരു പരിഗണനയെങ്കിലും വേണ്ടേ? നമ്മൾ ഏറ്റവും ആലോചിച്ച് വയനാട് സുരക്ഷിതമായ ഒരു ഇടമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നത്. നമുക്ക് സുരക്ഷിതമാണോ വയനാട്? ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഈ ടൂറിസത്തിന് ഏറ്റവും ചുരുങ്ങിയത് കാടിനടുത്തുള്ള പ്രവർത്തിക്കുന്ന ടൂറിസം റിസോർട്ടുകളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണ്ടേ ഈ സമയത്തെങ്കിലും? അങ്ങനെയുള്ള കാര്യക്ഷമമായ മാർഗങ്ങൾ ഉണ്ടാക്കണം. മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് പറയാൻ തോന്നുന്നത്, ഇപ്പം ഈ പിന്നെ കാടിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് വെറും ഈ ജീവനക്കാരുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സംഘം ജീവനക്കാരുടെ കയ്യിൽ ഉണ്ടാകുന്ന പ്രശ്നമാണുള്ളത്. നമുക്കറിയാം, ഓരോ ഇഷ്യൂ ഇതേപോലത്തെ ഉണ്ടാകുമ്പോഴും വനം വകുപ്പിനെതിരെ വലിയ രോഷമാണ് അവർ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനെന്താണെങ്കിലും ഇപ്പോൾ അറിയാം, ഒരു കൃഷിയിടത്തിലിറങ്ങുന്ന വന്യജീവികൾ ഫലമായി ഉണ്ടാകുന്ന കൃഷിനാശം വിലയിരുത്തുന്നതാരാ? ഈ പറയുന്ന വനം വകുപ്പിലുള്ള ആളുകളാണ്. അവർക്കെതിരെ അവർ ഒട്ടും ഇതിൽ എക്സ്പേർട്ട് അല്ല. അതുപോലെ തന്നെയാണ് വീടുകളുടെ നാശം സംഭവിച്ചിട്ടുള്ള ഈ നാശം കണക്കാക്കുന്നതും ഈ വനം വകുപ്പിലുള്ള ജീവനക്കാരാണ്. യഥാർത്ഥത്തിൽ വനം വകുപ്പിൽ ജീവനക്കാരില്ലാത്തൊരവസ്ഥയുണ്ട്. ഈ ചുമതല യഥാർത്ഥത്തിൽ മറ്റുള്ള ഇതിൻ്റെ എക്സ്പേർട്ടുകളായിട്ടില്ല. ഇപ്പോൾ കൃഷി വകുപ്പിനെ ഏൽപ്പിച്ചാൽ മതി. കൃഷി വകുപ്പിനെ ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കർഷകർക്ക് ഇതിന് ആനുപാതികമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടും. വീട് നശിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാരുടെ വിങ്ങിനെ ഏൽപ്പിക്കണം. ഇങ്ങനെ ഏൽപ്പിക്കുകയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കോമ്പൻസേഷൻ കൂടുതൽ കിട്ടാനുള്ള മാർഗ്ഗമുണ്ടാവും. വാഹനങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ MSCT പോലുള്ള സംവിധാനങ്ങൾ അവിടെയും കൂടി ബാധകമാക്കണം. അപ്പോൾ പക്ഷേ ഈ ചുമതലകൾ മുഴുവനും ഈ പറയുന്ന വനം വകുപ്പിലെ തുച്ഛം ജീവനക്കാരുടെ മേലിൽ അവർ ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ജനങ്ങൾക്കെതിരായി മാറുകയാണ്. ഇത്തരത്തിൽ ജനങ്ങളും ജനങ്ങളും ഈ പറയുന്ന വനം വകുപ്പും അല്ലെങ്കിൽ വനപാലകരും തമ്മിലുള്ള സംരക്ഷകരും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ദൃഢമായിട്ടില്ലെങ്കിൽ ഈ പ്രശ്നം വീണ്ടും വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. രാംദാസ് തിരിച്ചു വരാം. രാംദാസ് പറഞ്ഞത് സാമ്പ്രദായിക രാഷ്ട്രീയ കക്ഷികൾക്ക് ഉള്ളിൽ നിന്ന് ഉയരാത്ത വാദങ്ങളുടെ ഒരു മലവെള്ളപ്പാച്ചിൽ തന്നെയാണ്, ഒരു ഉരുൾപൊട്ടൽ തന്നെയാണ് രാംദാസ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ആ നിലയ്ക്ക് പ്രസക്തവുമാണ്. ഇതെല്ലാം കൂടി പരിഗണിച്ചു കൊണ്ട് വേണം പാരിസ്ഥിതികമായിട്ടുള്ള ജന്തു സ്നേഹപരമായ ഇത്തരം പ്രശ്നങ്ങൾ ഒന്ന്, ടൂറിസം കൈകാര്യം ചെയ്യുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഒന്ന്, ഒപ്പം തന്നെ മനുഷ്യന് ജീവിക്കാൻ കഴിയണം, ജീവികൾക്കും ജീവിക്കാൻ കഴിയണം. ഇത്തരം പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ കുമയോണിലെ നരഭോജി കടുവയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വാർദ്ധക്യം കൊണ്ടോ മുറിവേറ്റിട്ടോ സ്വാഭാവികമായി വേട്ട നടത്തി ആഹാരം കഴിക്കാൻ കഴിയാത്ത ഇത്തരം ജീവികളൊക്കെ നരഭോജികളായി മാറി. അത് കുറെ കൂടി എളുപ്പമാണ് എന്ന നിലയ്ക്ക് നരഭോജികളായി മാറാനുള്ള സാധ്യതകളൊക്കെ ചരിത്രത്തിൻ്റെ വിദൂര സ്ഥലങ്ങളിൽ തന്നെ നിലകൊള്ളുന്നുണ്ട്. അതെല്ലാം കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളൊരു പരിഹാരമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പം ശാശ്വത പരിഹാരം എന്ന വാക്കിനോടൊപ്പം സമഗ്ര പരിഹാരം എന്നുകൂടി രാംദാസ് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നരിക്കും നിയമത്തിനും ഇടയിൽ എന്നത് അത് അത്തരത്തിലുള്ളൊരു നിലപാടുണ്ട് ഈ നാട്ടിൽ. ആ നിലപാടിനൊപ്പമാണ് ഞങ്ങളൊക്കെ എന്ന് പറയാൻ ഞാൻ രാമദാസിനോട് ആഗ്രഹിക്കുകയാണ്. അരിയില്ല തിരിയില്ല ദുരിതമാണെങ്കിലും നരി തിന്നാൽ നന്നോ മനുഷ്യന്മാരെ. നരിക്ക് വിശന്നിട്ടാണ്, നരിക്ക് കാട്ടിൽ ഭക്ഷണം കിട്ടാതാണ് എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇടശ്ശേരി അന്ന് ഈ ജന്തുസ്നേഹമൊന്നും ഇത്രയും വളർന്നു വന്നിട്ടില്ല എന്ന് രാംദാസ് പറയില്ല എന്ന് കരുതുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കുന്നത്. നരിക്കും നിയമത്തിനും ഇടയിൽ. നരിക്ക് കൊടുക്കാനുള്ള നീതി നരിക്കും, നരന് കൊടുക്കാനുള്ള നീതി നരനും കൊടുക്കാൻ നിയമത്തിനും ഭരണകൂടത്തിനും വ്യവസ്ഥയ്ക്കും സമൂഹത്തിനും, നമ്മളെല്ലാം ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും കഴിയട്ടെ എന്നാണ് രാംദാസ് ഞാൻ പറയുന്നത്. ഞാൻ വരാം റഫീഖ്, ഞാൻ പറയാം രാംദാസ്, അവസരം തന്നാൽ പോരെ? ഞാൻ വരാം. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോക്ക് ഇനി അതിന് മറുപടി വരട്ടെ. എല്ലാ വശങ്ങളും പ്രതിഫലിക്കണമല്ലോ. രാംദാസിലേക്ക് ഞാൻ വരാം. രാംദാസിന് വയനാട് ഒരു വൈകാരിക പ്രശ്നമാണ് എന്ന് നമ്മൾ ഒരുമിച്ച് നിന്ന് അനുഭവിച്ചിട്ടുള്ളതാണല്ലോ കുറേ കാലം. തീർച്ചയായിട്ടും വരാം. റഫീഖ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കളുടെ ചേരിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ അദ്ദേഹവും ഉന്നയിച്ചിട്ടുണ്ട്, നമ്മുടെ വേണുവക്കീലും ഉന്നയിച്ചിട്ടുണ്ട്. താങ്കൾക്ക് അതിനെല്ലാം മറുപടി പറയാം. ഒപ്പം
ഇപ്പോഴിതാ ഈ ഘട്ടത്തിലേക്ക് താങ്കൾ നിർദ്ദേശിച്ച ശാശ്വത പരിഹാരത്തിനോടൊപ്പം ഞങ്ങളും കൂടി പറഞ്ഞതാണ്, ശാശ്വത പരിഹാരത്തിനൊപ്പം അത് സമഗ്രമായ പരിഹാരം കൂടി ആവണം എന്നൊരു പാരിസ്ഥിതികമായ ഒരാശങ്ക കൂടി രാംദാസിനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു മാധ്യമപ്രവർത്തകൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷത്ത് നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ, നിയമത്തിനുള്ളിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്യുന്നില്ല എന്നൊരു വിമർശനം പ്രായോഗിക കാര്യങ്ങൾ മുൻനിർത്തി സേനാപതി വേണുവും ഉന്നയിച്ചിരിക്കുന്നു. താങ്കൾക്ക് പറയാനുള്ളത്? റഫീഖ്. ഞാൻ പറയാം. ഇവിടെ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ച കാര്യം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതിൽ ഇപ്പോൾ മുംബൈയിൽ ഉണ്ടായ ഒരു അനുഭവം നമുക്കുണ്ടല്ലോ. 13 പേരെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തി. ആ 13 പേരെ കൊന്ന കടുവയെ അവിടെ ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊന്നു. അവരിപ്പോഴും അതിൻ്റെ കേസിലാണ്, ഇപ്പോഴും കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റു പല സംസ്ഥാനത്ത് പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം. 2014-15 അന്ന് ഈ കേരളം ഭരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണല്ലോ. 2014-15 വർഷം, ഒരു വർഷക്കാലം വന്യജീവി ആക്രമണത്തിൽ മരിച്ചത് 135 പേരാണ്. 2023-24 ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വർഷം മരിച്ചത് 89 പേരാണ്. അതായത് അതിൻ്റെ അർത്ഥം 2014-15 135 എന്നത് ഈ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ്. ഞാനത് എണ്ണം പറഞ്ഞതിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പകരം അതിനേക്കാൾ കൂടുതലാണെന്ന് പറയാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ആ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇവരിത് പ്രയോഗിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അന്ന് വെടിവെച്ച് കൊല്ലാതിരുന്നത്? എന്തുകൊണ്ടാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നത്? ഈ നിയമത്തിൻ്റെ പരിമിതി അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പറയുമ്പോൾ ഇരുപത്ത് പറയാം. ഈ നിയമത്തിൽ എന്താ പറയുന്നത്? നരഭോജിയായി കണക്കാക്കിയ മൃഗത്തെ അല്ലെങ്കിൽ കടുവയെ വെടിവെച്ച് കൊല്ലാം. നരഭോജിയായി കണക്കാക്കുക എപ്പോഴാണ്? ആക്രമിച്ച് ഒരാൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷമല്ലേ നരഭോജിയായി കണക്കാക്കാൻ പറ്റുള്ളൂ. ഇവിടെ വിഷയം ഇവിടെ തിന്നണം, അതാ ഞാൻ പറഞ്ഞത്, ആക്രമിച്ച് തിന്നണം, അപ്പോഴാണല്ലോ നരഭോജിയായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ പ്രഖ്യാപിക്കാൻ ഇപ്പം ഇതിൽ അദ്ദേഹം ചോദിച്ചു എങ്ങനെയാണ് ഇന്നലെ ഈ ഉത്തരവിറക്കിയത് എന്ന് അദ്ദേഹം ചോദിച്ചു. നരഭോജിയായി കണക്കാക്കാൻ കഴിയുന്ന നിലയിലേക്ക് രാധ എന്ന് പറയുന്ന സഹോദരിയെ ഭക്ഷിച്ചു, അപ്പോഴാണല്ലോ വെടിവെക്കാൻ ഉത്തരവിടാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ നിയമത്തിൻ്റെ ഭാഗമായി, കേന്ദ്ര നിയമത്തിൻ്റെ ഭാഗമായി കൃത്യമായി ആ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ പരിമിതി ഇവിടെയുണ്ട്. ഇവിടെയുള്ള പ്രശ്നം, ഇതിന് ആവാസ വ്യവസ്ഥയുണ്ട്. ഇപ്പോൾ കടുവയെടുത്താൽ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. ആ ആവാസ വ്യവസ്ഥയിൽ ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ എണ്ണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഭക്ഷണം തേടാൻ കഴിവ് കുറഞ്ഞവർ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു. അതാണല്ലോ ഇപ്പോൾ ഇതിലുള്ളത്. ഇപ്പോൾ വയനാട്ടിൻ്റെ ഒരു കണക്ക് തന്നെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പഠനത്തിൻ്റെ ഭാഗമായി വന്നത് 86 മറ്റോ ആണ് ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി പറ്റുക. പക്ഷെ 150-ലധികം കടുവയുടെ സാന്നിധ്യം. പിന്നെ എങ്ങനെയാണ് ഇവിടെ സ്വാഭാവികമായിട്ടും നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു? ഇതിനെ നിയന്ത്രിക്കണം. ഈ നിയന്ത്രിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിയമത്തിൽ കാതലായ മാറ്റം വേണം. ആ മാറ്റം വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ മാറ്റത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. അതിൽ ഉത്തരവാദിത്തം വയനാടിൻ്റെ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇടപെടേണ്ടത്, അതിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് കോൺഗ്രസിൻ്റെ എംപിമാരാണ്. എന്ത് സമ്മർദ്ദമാണ് അവർ ചെലുത്തിയത്? ഒരു തവണയെങ്കിലും എണീറ്റ് നിന്ന് രാഹുൽ ഗാന്ധി ഇവിടെ ഇതിനു വേണ്ടി ഒരു വാദം നടത്തിയോ? ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞോ? പിന്നെ 620 കോടിയുടെ പദ്ധതി, സമഗ്രമായൊരു പദ്ധതി തന്നെയാണ് സമർപ്പിച്ചത്. ആ പദ്ധതി നേടിയെടുക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് പോയ എംപിമാർക്ക് സാധിക്കാത്തത്? അപ്പോൾ ഇവർ പറയുന്നു സംസ്ഥാന ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ മാനന്തവാടി മണ്ഡലത്തിൽ സഖാവ് OR കേളു പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ മാത്രം കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലത്തിനിടയിൽ മാത്രം നിറഞ്ഞ ചില കാര്യങ്ങളും സൂചിപ്പിക്കാം. ഞാൻ പറഞ്ഞ കാര്യം, കാതലായ പരിഹാരം അല്ലെങ്കിൽ സമഗ്രമായതോ ശാശ്വതമായതോ പരിഹാരം ഉണ്ടാകണമെങ്കിൽ കേന്ദ്ര നിയമത്തിൽ ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ വേണം. ആ മാറ്റം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ നിയമത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുക എന്നാണ്. അതിനുവേണ്ടി ചെയ്ത കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനിടയിൽ മാത്രം ഞാൻ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറയാം. സോളാർ ഹാങ്ങിങ് ഫെൻസിങ്ങിന് വേണ്ടി മാത്രം ചെലവഴിച്ചത് അരണപ്പാറ റേഷൻ കട തോൽപ്പട്ടി ഭാഗത്തേക്ക് 29,75,000 രൂപയുടെ ഹാങ്ങിങ് ഫെൻസിങ്, മുത്തുമാരി ചാത്തനാട് ഭാഗത്ത് 25,50,000 രൂപയുടെ, ഓലഞ്ചേരി കാപ്പിക്കണ്ടി ഭാഗത്ത് 17 ലക്ഷം രൂപയുടെ, ഇരുമ്പുപാലം കാപ്പിക്കണ്ടി ഭാഗത്ത് 51 ലക്ഷം രൂപയുടെ, കാപ്പിക്കണ്ടി കാളന്തി കോളനി 12,75,000 രൂപയുടെ,
മേലെ വരയാൽ താരേബായ് ഭാഗത്ത് 8,50,000 രൂപയുടെ, ദാസനക്കര കൂടക്കൽ ഭാഗത്ത് 30 ലക്ഷം രൂപയുടെ, പാൽവെളിച്ചം ബാവലി ഭാഗത്ത് 25,50,000. ഞാൻ ഈ ഒരു ചർച്ചയിൽ എല്ലാ ലിസ്റ്റും വായിക്കുകയല്ല, ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ വായിച്ചത്. അപ്പോൾ ആ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിയമ ഭേദഗതി ഇല്ലാത്ത ഘട്ടത്തിൽ ഹാങ്ങിങ് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുത്തിക്കൊണ്ട്, ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള അതുപോലെയുള്ള വന്യജീവി ജനങ്ങളുമായി ആക്രമിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ആവശ്യമായ സാധ്യമാവുന്ന കാര്യങ്ങളാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ പറ്റുക. ആ സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ ചിലത് മാത്രമാണ്, ഒരു മണ്ഡലത്തിൽ ചെയ്ത ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇങ്ങനെ ഓരോ മണ്ഡലത്തിലും പറഞ്ഞു വെക്കാനുണ്ടാവും. പിന്നീടുള്ള പ്രശ്നം, അക്രമം നടക്കുന്ന വേളയിൽ ഒരു ഗവൺമെൻറ് ഇടപെടാൻ ഈ നിയമത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. ആ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇപ്പോൾ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തത്. RRT സംഘം പെട്ടെന്ന് വിന്യസിക്കുക മാത്രമല്ലല്ലോ, RRT സംഘത്തിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായല്ലോ. അവർ തെരച്ചിൽ നടത്താൻ വേണ്ടി പോയത് കൊണ്ടാണല്ലോ ഈ അക്രമം ഉണ്ടായത്. വെറുതെ വിനിയോഗിക്കുക മാത്രമല്ലല്ലോ ചെയ്തിട്ടുള്ളത്. വെടിവെപ്പുമായി ബന്ധപ്പെട്ട് സാധിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ആ ഉത്തരവിടുന്നു, ആ കൂട് വളരെ പെട്ടെന്ന് സ്ഥാപിക്കുന്നു. സ്വാഭാവികമായിട്ടും മരിച്ച കുടുംബത്തിനുള്ള സമാശ്വാസം എന്ന നിലയിൽ 11 ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നു. 5 ലക്ഷം രൂപ ആദ്യം ORK മിനിസ്റ്റർ തന്നെ വന്നുകൊണ്ട് കൊടുക്കുന്നു. വനം വകുപ്പ് മന്ത്രിക്ക് നേരെ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് കണ്ടിട്ടും ആ രൂപത്തിലേക്ക് അവിടെ സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉണ്ടാവും. ഒരു നാടിൻ്റെ പ്രതിഷേധം നില വരും. ആ ഘട്ടത്തിലും അവിടേക്ക് എത്തിച്ചേരുന്നു. ഇങ്ങനെ ഒരു ഗവൺമെന്റിന് സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, തടയാൻ വേണ്ടി സാധ്യമാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, പ്രയാസം അനുഭവിക്കുന്നവരുടെ വീടുകളിൽ എത്തിയും ആ നിലയിൽ ചെയ്യുന്നു. ഇതാണ് ഒരു ഗവൺമെന്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് സമഗ്രമായ ഈ നമ്മുടെ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വന്നേ പറ്റുള്ളൂ. അതിന് ഉത്തരവാദിത്തത്തിന് കോൺഗ്രസിന് ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ജാഥ നടത്തി ഞങ്ങൾ ഇപ്പോഴല്ലാതെ എപ്പോഴാണ് നടത്താൻ ചോദിച്ചല്ലോ. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ജാഥ നടത്തിക്കോളൂ. ഓരോ പാർട്ടികൾക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥത വേണമല്ലോ, പറയുന്ന കാര്യത്തിൽ സത്യസന്ധത വേണമല്ലോ. ഈ രൂപത്തിലേക്ക് വന്യജീവി സംരക്ഷണ നിയമം ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ആ നിയമം കൊണ്ടുവന്നത് കർക്കശമാക്കിയതിൽ കോൺഗ്രസിന് പിന്നീടും പങ്കുണ്ട്. അതാണ് ഒരു വിഷയം. അതുപോലെ ഇവർ ഈ ജാഥ നടത്തുമ്പോൾ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആദ്യം എണീറ്റ് ഇവർ പറയേണ്ടത് പാർലമെന്റിലാണ്. ഈ നിയമത്തിനെതിരെ ഭേദഗതികൾ, മനുഷ്യരെയും കൂടെ കണ്ടുകൊണ്ടുള്ള ഭേദഗതികൾ കൊണ്ടുവരണമെന്ന് പാർലമെന്റിലാണ് പറയേണ്ടത്. അത് പറയുന്നില്ല. 620 കോടി രൂപ പദ്ധതി കൊടുത്തപ്പോൾ അതിനുവേണ്ടി വാദിക്കുന്നില്ല. ഇങ്ങനെയൊന്നും ചെയ്യാത്തവർ ജാഥ നടത്തുമ്പോൾ ജനങ്ങൾ അതിനെ ആ നിലയിൽ കാണുമെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവർക്ക് ജാഥ നടത്തുന്നില്ല. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് കെ സുധാകരൻ. അദ്ദേഹം KPCC പ്രസിഡന്റ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരഭിപ്രായം പറഞ്ഞു. ഞങ്ങളിൽ നിന്ന് ആരംഭിച്ച ദുരന്തം തന്നെയാണ് ഇപ്പോൾ കേരളത്തെ വേട്ടയാടുന്നത്. ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ച് കേന്ദ്ര നിയമത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരിശ്രമിച്ച് അവിടെ വെച്ച് അവസാനിപ്പിച്ചതാണ്. അന്ന് എവിടെ വെച്ച് അവസാനിപ്പിച്ചോ ആ ദുരന്തമാണ് കേരളത്തെ വേട്ടയാടുന്നത് എന്ന് അദ്ദേഹം കേരളത്തിലെ എല്ലാവരും, കേന്ദ്രവും ശ്രദ്ധിക്കേണ്ട ഒരു പരാമർശം മുൻ വനം മന്ത്രി കൂടിയായ അദ്ദേഹം നടത്തി. ആ പരാമർശത്തിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് പോകാം. എല്ലാം ചവിട്ടിപ്പൊളിച്ച് അകത്ത് കിടക്കുന്ന പാർട്ടിയാണ്. ഞാൻ ആദ്യമായി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചിരുത്തി ചർച്ച നടത്തി. ഉദ്യോഗസ്ഥന്മാരും ഞാനും കൂടെ തീരുമാനമെടുത്തു. എന്തേ? ഇലക്ട്രിക് ഫെൻസിങ്, എല്ലാ അതിർത്തിക്കും ഇലക്ട്രിക് ഫെൻസിങ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് ആക്കി കേരളത്തിൽ. പക്ഷേ ഞാൻ ധരിച്ചു ആ ഇലക്ട്രിക് ഫെൻസ് കെട്ടിയതിന് ശേഷം ആന ഒന്നും കടന്നു പോകൂല, മുറിച്ചു പോകൂല. പക്ഷെ ആനയെ ആദ്യം ഈ തുമ്പിക്കൈ കൊണ്ടുപോയി അവിടെ വെക്കുമ്പോ തുമ്പിക്കൈ തെറിക്കും, അപ്പൊ ആന പോവും. അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോ ആന എന്താക്കി? ആന മരക്കൊമ്പ് മുറിച്ച് മരക്കൊമ്പ് അടിച്ചു പൊട്ടിച്ച് ആ മരക്കൊമ്പുമായി വന്ന് ഈ കമ്പി അടിച്ച് പൊട്ടിച്ച് ആന കടന്നുപോയി. അത് പോയപ്പോ നമ്മള് പരസ്പരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇനി എന്താ മാർഗം? ഇനി നമുക്ക് മതില് കെട്ടാം. മതില് കെട്ടിയപ്പോഴും കുറെ നാള് ഇത് മതിലൊന്നും പൊളിക്കാതെ നിന്നു. പക്ഷെ പിന്നീട് ആന വന്ന് ഈ മതിൽ പൊളിച്ച് തകർത്ത് ആന അകത്തേക്ക് കടന്നുപോയി. 2ാം വട്ടം തോറ്റു. 3ാം വട്ടം നമ്മൾ ഇതിന്റെ ബോർഡറിൽ നമ്മൾ കുഴിച്ച് മീറ്റർ കണക്കിന് ആഴത്തിൽ മണ്ണ് മാന്തി മേലെടുത്ത് വെള്ളം നിറച്ചു വെച്ചു. ആന വന്ന് ആദ്യം നോക്കി, വെള്ളം കണ്ടപ്പോ ആന തിരിച്ചുപോയി.
പക്ഷെ ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോ ആന വന്ന് ഈ കുഴിയുടെ അകത്തേക്ക് മണ്ണ് കാലുകൊണ്ട് അടിച്ച് ചവിട്ടി മണ്ണിട്ട് മണ്ണ് നേർത്തി ആന അകത്ത് കയറി ആന പോയി. നമ്മളെ പിന്നെ അവിടെ പണി നിർത്തി. ഇവനിടയ്ക്ക് ഒന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ആ പണി നിർത്തി. ഇന്നിപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തം അത് തന്നെയാണ്. അന്നേ ഞങ്ങളിൽ ആരംഭിച്ച ദുരന്തം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കെ സുധാകരൻ്റെ വാക്കുകൾ. സേനാപതി വേണു, ഞാനിനി താങ്കളിലേക്ക് വരികയാണ്. താങ്കൾക്ക് പറയാനുള്ള സമയമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു 9 മിനിറ്റാണ് മൊത്തം ഒരു ഇടവേളയടക്കം ബാക്കിയുള്ളത്. ഉള്ള സമയം എല്ലാവരും ജനാധിപത്യ ബോധത്തോടു കൂടി സ്നേഹത്തോടു കൂടി പങ്കിട്ടെടുത്താലും. സേനാപതി വേണു. അല്ല, അതിനകത്ത് ഇപ്പോൾ കെ സുധാകരൻ പറഞ്ഞത് നമ്മളതിൻ്റെ ഒരു കുറച്ച് ഭാഗം എടുത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം അത് വളരെ സത്യസന്ധമായി അദ്ദേഹം ആ കാര്യം പറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ റഫീക്ക് പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു തിരുത്ത് എന്നല്ല, അത് റഫീക്ക് സ്വീകരിക്കാതിരിക്കാം. അത് ഈ എല്ലാ ചർച്ചകളിലും വനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇടതുപക്ഷത്തിന്റെ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. മഹാരാഷ്ട്രയിൽ ആളുകളെ കൊന്ന, കടുവയെ വെടിവെച്ചു കൊന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുത്തു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ചുമ്മാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പോയി അങ്ങനെ വെടിവെക്കാൻ പറ്റത്തില്ല. അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ കൃത്യമായ ഉത്തരവ്. ഞാനൊരു ഉദാഹരണം വയനാട്ടിനെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം. IG ലക്ഷ്മണ എന്താ ജയിലിൽ പോയെ? പോലീസ് ഉദ്യോഗസ്ഥർ വെടിവെച്ച് എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇത് അരീക്കാട്ട് വർഗീസിനെ ഒരു കാര്യവുമില്ലാതെ തന്റെ അനുയായി മീൻസ് സബോർഡിനേറ്റ് കൊണ്ട് വെടിവെച്ചു എന്നതുകൊണ്ടാണ്. അവിടെ നിയമവിരുദ്ധമായി ചെയ്തു എന്നതാണ്. അതുകൊണ്ടാണ് IG ലക്ഷ്മണ ജയിലിൽ പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. മറിച്ച് പോലീസ് നിയമപരമായി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവോടുകൂടി എത്രയോ പോലീസ് വെടിവെപ്പുകളും ആളുകളും മരിച്ച സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന് അതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ അതെന്താണ് ഇതിന്റെ സംഭവം, ഇങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തതെന്ന് ചോദിച്ചാൽ, അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ഇല്ലാതെ അതിൽ താഴെയുള്ള ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവര് ഒരു അമിതാവേശമോ അല്ലെങ്കിൽ അവര് എന്താ പറഞ്ഞ ഉത്തരവാദിത്വം കൂടുതൽ നിർവഹിക്കുന്നു എന്ന കാരണത്താൽ ചെയ്തു എന്നതിന്റെ പേരിലാണ്. വേറെ എവിടെയെങ്കിലും അസാമിൽ നിങ്ങൾ ചെന്ന് നോക്കുക. അസാമിൽ വനത്തിൽ നിന്നിറങ്ങുന്ന മൃഗങ്ങളെ പല ഘട്ടത്തും പലയിടത്തും വെടിവെച്ച് കൊല്ലുകയും അതുപോലെ തന്നെ എലിമിനേറ്റ് ചെയ്യുന്നു. അവിടെ നിത്യമായ ഒരു കാഴ്ചയാണ്. ഞാൻ എൻ്റെ സൈനിക സേവനത്തിന്റെ ഭാഗമായി ഈ ഇതിലൊക്കെ പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട, അപ്പം അങ്ങ് സൂചിപ്പിച്ച മാൻ ഈറ്റേഴ്സ് ഓഫ് കുമോൺ എന്ന് പറയുന്ന ജിം കോർബറ്റിന്റെ പുസ്തകം ഞാൻ എൻ്റെ ഒരു സൈനിക ക്യാമ്പിൽ സൈനിക ലൈബ്രറിയിലാണ് അത് വായിക്കുന്ന പുസ്തകം. അതിൻ്റെ അകത്താണ് ഈ തീറ്റ എടുക്കാൻ പ്രാപ്തരല്ലാതെ വന്ന സിംഹം ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ശവവാദ്യം, പിന്നെ അതിനുശേഷം മനുഷ്യനെ പിടിക്കാനൊക്കെ തുടങ്ങിയത് മാൻ ഈറ്റേഴ്സ് ഓഫ് കുമോൺ എന്ന ജിം കോർബറ്റിന്റെ പുസ്തകം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കടുവകൾ ഒറ്റ തിരിച്ചോടെ പറഞ്ഞുകൊണ്ട് ഒരു സെക്കൻഡിൽ ഞാൻ അവസാനിപ്പിക്കാം. ഈ മനുഷ്യനെ തിന്നണമെന്ന് ഈ നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല ചന്ദ്രശേഖർ. അത് നമ്മുടെ വ്യാഖ്യാനമാണ്. ഡേഞ്ചറസ് ടു ഹ്യൂമൻ ലൈഫ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്നിറങ്ങുന്ന കടുവ സ്വാഭാവികമായും ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ഹ്യൂമൻ ലൈഫ്. അത് മനുഷ്യനെ തിന്നണമെന്നില്ല, അത് മനുഷ്യനെ ഓടിക്കുകയും അല്ലെങ്കിൽ മനുഷ്യന്റെ അടുത്തേക്ക് വരുന്നത് മനുഷ്യനെ ആക്രമിക്കാൻ തന്നെയാണ്. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ഹ്യൂമൻ ബീങ്. അതല്ലാതെ ഒരാളെ കൊന്ന് അവന്റെ ഡെഡ് ബോഡി കാട്ടിൽ വലിച്ചുകൊണ്ടുപോയി പകുതി ഉപേക്ഷിച്ചതിന് ശേഷം അല്ല. അങ്ങനെയൊന്നും നിയമപുസ്തകത്തിൽ പറയുന്നില്ല. അങ്ങനെയല്ല അതിന്റെ വ്യാഖ്യാനം. ഇറ്റ് ഈസ് വെരി ക്ലിയർ, ഡേഞ്ചറസ് ടു ഹ്യൂമൻ ബീങ്. കാട്ടിൽ നിന്നിറങ്ങുന്ന കടുവ നാട്ടിൽ നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ വാസസ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ ദാറ്റ് ഡേഞ്ചറസ് ടു ഹ്യൂമൻ ബീങ്. അതാണ് നിയമത്തിൽ പറയുന്നത്. അപ്പൊ നിയമത്തിൻ്റെതായ ഭാഷയിൽ വ്യാഖ്യാനിക്കാതെ അതല്ല ഇനി നമുക്ക് തോന്നുന്നത് ഇത് മനുഷ്യനെ കൊന്നതിന് ശേഷം മാത്രമേ ഇതിനെ വെടിവെച്ച് കൊല്ലൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കില്ല. അതോടൊപ്പം വൈൽഡ് ലൈഫ് വാർഡന് അദ്ദേഹത്തിന് ഇനി കേന്ദ്ര നിയമം നിൽക്കുന്നു, ഞാൻ ഇനി വെടിവെച്ച് കൊന്നാൽ എന്നെ കേസിൽ പ്രതിയാക്കുമോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരു വന്യജീവിയെയും വെടിവെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനോ കഴിയുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിയമത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. കേന്ദ്ര നിയമത്തിൽ കാലോചിതമായ പരിഷ്കരണം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ഉണ്ടാവില്ല. അത് നിരന്തരമായ ചർച്ചകളും. ഇനി വെർമിനായിട്ട് പ്രഖ്യാപിക്കുന്ന കാര്യത്തെ പറഞ്ഞു. ഇപ്പൊ തമിഴ്നാട് 3 കിലോമീറ്റർ വനത്തിൽ, അവിടുത്തെ നമ്മുടെ സ്ഥലം പോലെയല്ല, വിശാലമായ സ്ഥലമാണ്. 3 അല്ല 5 കിലോമീറ്റർ വേണമെങ്കിലും കാട്ടുപന്നിക്ക് വരാം. 3 കിലോമീറ്ററിന് ഇപ്പുറത്ത് കിടന്നാൽ കാട്ടുപന്നിയെ വെടിവെക്കാനുള്ള ഉത്തരവ് തമിഴ്നാട് ഗവൺമെന്റ് കൊടുത്തിരിക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ അറിയേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റിന് വൈൽഡ് ലൈഫ് വാർഡന്റെ അധികാരം കൊടുത്തിരിക്കുന്നു ഈ പന്നിയെ മാത്രം വെടിവെച്ച് കൊല്ലാൻ. വേറെ ഒരു നിയമത്തിലും ഇല്ല. പക്ഷെ അതിന്റെ നൂലാമാല കുറച്ച് കൂടുതലാണ്. അതിലേക്ക് പോകാനുള്ള സമയമില്ല. സമയം തീരുകയാണ്. ദയവായി ഉപസംഹരിക്കും. അപ്പോൾ താങ്കൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ നിയമത്തിൻ്റെ പല്ലും നഖവും ഉപയോഗിക്കുക തന്നെ വേണം. പക്ഷേ നിയമത്തിൻ്റെ
മനുഷ്യത്വ സ്വഭാവം ഇല്ലായ്മയുണ്ടെങ്കിൽ അത് കൂട്ടായി നിന്ന് പരിഹരിക്കുകയും വേണം. ഇത് കർണാടകത്തിൻ്റെയും പ്രശ്നമാണ്, തമിഴ്നാടിൻ്റെയും പ്രശ്നമാണ്, നമ്മുടെയും പ്രശ്നമാണ്. തെന്നിന്ത്യൻ ഐക്യം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. രാംദാസേ, താങ്കൾ പറയാൻ ബാക്കി വെച്ചത് പെട്ടെന്ന് ഒരു കാര്യം പറയാം, അതിനുള്ള സമയമേ ഉള്ളൂ. നമ്മളിവിടെ അതെ അല്ല, നമ്മളെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ വയനാട്ടിലുള്ള കടുവകളുടെ എണ്ണത്തെക്കുറിച്ച് ഉള്ള ഒരുപാട് തെറ്റിദ്ധാരണജനകമായിട്ടുള്ള പ്രസ്താവനകളുണ്ട്. ഈ പ്രസ്താവനകൾ യഥാർത്ഥത്തിൽ കൃത്യമാണോ അല്ലേ എന്നുള്ളൊരു ഓഡിറ്റിംഗ് വളരെ നിർബന്ധമായി നടത്തണം. തീർച്ചയായിട്ടും അതുകൂടി വേണ്ടതുണ്ട്. അതുപോലെ തന്നെ രാംദാസ് വരാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 പേരും അവർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്, ഒരുപാട് അനുഭവത്തിൻ്റെ, നിരീക്ഷണത്തിൻ്റെ, ആവശ്യത്തിൻ്റെ ഒക്കെ ശക്തി അവർക്കുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അവരുടെ വാദങ്ങൾ തീർന്നിട്ടില്ല എന്നും അറിയാം. പക്ഷേ സമയം തീരുകയാണ്. ചർച്ചയിൽ നിന്ന് നേരത്തെ വിടവാങ്ങിയ മന്ത്രി ശശീന്ദ്രൻ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു, അത് ഞാൻ ചർച്ചയ്ക്ക് പുറത്ത് നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത് ഇത് ഒരു രാഷ്ട്രീയ തർക്ക വിതർക്കത്തിൻ്റെ സന്ദർഭമാക്കി മാറ്റരുത് എന്നൊരു അഭ്യർത്ഥന അദ്ദേഹം ജനങ്ങളോട് നടത്തിയിട്ടുണ്ട്. അതുകൂടി കാണിക്കുമ്പോൾ 1.5 മിനിറ്റ് സമയമാണ് ഇനി ഉള്ളത്. സമയം തീരുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ശശീന്ദ്രൻ്റെ ആ റെക്കോർഡ് ചെയ്ത വാക്കുകളിലേക്ക് പോവുകയാണ്. അല്ല, ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഈ ചിലരെങ്കിലും പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വനം വകുപ്പിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തി അവരെല്ലാം കർഷകരുടെ ശത്രുക്കളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രചരണവും നടക്കുന്നുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി അതിൻ്റെ മറുവശം ഗവൺമെൻറ് അവതരിപ്പിക്കുമ്പോൾ അതിന് വേണ്ടത്ര പ്രചാരം നൽകാത്തൊരു സാഹചര്യമുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിൽ വന്യജീവി ആക്രമണം മൂലം മരിക്കുന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു വാർത്തയുണ്ട്. അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, ചാനൽ ചർച്ചകളിലായാലും എല്ലാറ്റിലായാലും. പക്ഷെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മരണനിരക്ക് കുറയുന്നുണ്ട് എന്നാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടേതായ വാദങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ വളരെ അന്തസ്സോടുകൂടി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലൊക്കെ പ്രസക്തമായ സ്വരം നമുക്ക് കേൾക്കാനാവും. എന്തായാലും ഈ വാദങ്ങളെല്ലാം കൂട്ടിവെച്ചുകൊണ്ട് കേരളത്തിന് ഒരുമിച്ച് നിൽക്കാനാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമാന പ്രശ്നം നേരിടുന്ന അന്യ സംസ്ഥാനങ്ങളുമായി നമുക്ക് കൈകോർക്കാനാവട്ടെ. നമുക്ക് നേടാനുള്ളത് നേടാൻ കഴിയട്ടെ. നമുക്കുള്ള നിയമം ശക്തമായി വിനിയോഗിക്കാനാവട്ടെ. മലയോര മേഖലകളിൽ സമാധാനം, ജീവിക്കാനുള്ള അവകാശം തിരിച്ചു വരട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മന്ത്രി എ കെ ശശീന്ദ്രനും CPIM നേതാവ് കെ റഫീഖിനും കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് സേനാപതി വേണുവിനും മുതിർന്ന മാധ്യമപ്രവർത്തകൻ MK രാമദാസിനും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.